പിസ്ത ഷെൽ യൂസ് ചെയ്ത് ഒരു ഹോം ഡെക്കർ ചെയ്യാം. അതിനാവശ്യമായിട്ടുള്ളത് പിസ്ത ഷെല്ല് വേണം, പിന്നെ നെയിൽ പോളിഷ് വേണം. പിന്നെ നമുക്കിപ്പോൾ നെയിൽ പോളിഷിൽ ഗ്രീൻ ബ്ലൂ ആ കളറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫാബ്രിക് പെയിൻറ് ഉണ്ടാവുമല്ലോ, ഫാബ്രിക് പെയിൻറ് യൂസ് ചെയ്യാം. പിന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, ഈ ഷെല്ലൊക്കെ ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ വേണം, പിന്നെ ബ്രഷ്. ഇത്രയും സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ അത് നമുക്ക് എന്തിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പേപ്പറിൽ വേണമെങ്കിൽ ചെയ്യാം, ചാർട്ട് പേപ്പറിൽ വേണമെങ്കിൽ ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരു റൗണ്ട് പീസിലുള്ള ഒരു ചാർട്ട് പേപ്പർ ഉണ്ട്, ഞാൻ അതിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചെറുതായി ചെയ്ത് അത് കഴിഞ്ഞ് ഇതിൻ്റെ എത്ര നന്നായി വേണമെങ്കിൽ നമ്മുടെ ഐഡിയ വെച്ച് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഒന്നും ചെയ്ത് കാണിക്കാം. പിസ്താഷ്യലൊക്കെ പെയിൻറ് ചെയ്യാനുള്ള ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിനെ പിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ആയിപ്പോവും ഈ നെയിൽ പോളിഷ്. ഇതാണ് ഏറ്റവും ഈസി മെത്തേഡ്. എവിടെ ഇരുന്നോട്ടെ, അടുത്ത ഷെല്ലെടുക്കാം. നമുക്ക് അടുത്ത ഷെല്ലെടുത്തു, അതിലേക്ക് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. അതിലേക്ക് നമുക്ക് റെഡ് കളർ കൊടുക്കാം. ഒരു റെഡ് കളർ ഗ്ലിറ്ററിങ് ആയിട്ടുള്ള, എപ്പോഴും ഗ്ലിറ്ററിങ് ആയിട്ടുള്ള നെയിൽ പോളിഷ് കൊടുക്കുകയായിരിക്കും നല്ലത്. അപ്പം പിന്നെ സെപ്പറേറ്റ് കോട്ട് നമ്മൾ മുകളിലൊരു കോട്ട് പിന്നെ അടിക്കേണ്ടി വരില്ല. ഗ്ലിറ്ററിങ് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും. റെഡ് എടുത്തു, നമ്മൾ ഒരു പിങ്ക് ചെയ്തു. നെക്സ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡാണ്, ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഒരു വേറെ ഷെല്ലെടുത്തു. ചില കളേഴ്സൊക്കെ ചെയ്യുമ്പോൾ 2 കോട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോഴാണ് ഷെല്ലിലേക്ക് ശരിക്കും ആ കളർ പിടിക്കുള്ളൂ. നമ്മൾ വിചാരിച്ച ആ കളർ വരണമെങ്കിൽ ചിലപ്പോൾ 2 കോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ടും കൂടി ചെയ്യുക, അതായിരിക്കും നല്ലത്. ചില കളേഴ്സിനൊക്കെ ഒരു കോട്ട് തന്നെ ധാരാളമായിരിക്കും. ഇതൊക്കെ ഒരല്പം ഒരു കോട്ടും കൂടി ആവശ്യമുള്ളതാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ഇപ്പം നമ്മുടെ പിസ്ത ഷെൽസ് എല്ലാം നമ്മൾ ഇങ്ങനെ കളർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഷെല്ലെല്ലാം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നെയിൽ പോളിഷും വെച്ചും ചെയ്യാം, നമുക്ക് ഫാബ്രിക് പെയിൻ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചായാലും ചെയ്യാം കേട്ടോ. എങ്ങനെ ചെയ്താലും കുറച്ച് ഷൈനിങ് ഉള്ള കളേഴ്സ് ആണെങ്കിൽ അതതിൽ ഒട്ടിക്കുമ്പോൾ നല്ല ഒരു ഭംഗി കിട്ടും. ഇതിപ്പോൾ ഈ ഒരു ചാർട്ടിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിലിപ്പോൾ ഒരു മരം ഞാൻ വരച്ചിട്ടുണ്ട്, ഒന്ന് ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഫാബ്രിക് പെയിൻറ് വെച്ചിട്ട് നമുക്കിതിനെ വരയ്ക്കാം. ഈ മരത്തിനെ ഒന്ന് വരച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്കിതിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുക്കാം. ദേ ഇപ്പോൾ സ്കെച്ച് യൂസ് ചെയ്യായിരിക്കും നല്ലത് എല്ലാത്തിൻ്റെയും. ഇതിപ്പോൾ ഞാനൊരു പിങ്ക് കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. ചുമ്മാ
അത് ചെയ്ത് വരുമ്പോൾ തന്നെ ഇതിന് ഭയങ്കര ഡിഫറൻസ് വരും നമ്മൾ ഈ ചെയ്യണതിന്. ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുത്തു. ഇനി നമുക്കിതിൽ കുറച്ച് ലീവ്സ് വരച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ലീവ്സും വരച്ച് കഴിഞ്ഞു, ഫ്ലവേഴ്സും വരച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഓരോ ഷെല്ലായിട്ട് ഇതിലൊട്ടിക്കാം. അതിന് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ ഈ ഷെല്ല് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. അത് നമുക്ക് കളർ കോമ്പിനേഷൻ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കളർ കോമ്പിനേഷൻ വെച്ചിട്ട് അതെങ്ങനെ വെച്ചാലാണ് കളർ കോമ്പിനേഷൻ നന്നാവുകയെന്ന് വെച്ചാൽ ഇതുപോലെ വെച്ച് ചെയ്യണതായിരിക്കും നന്നാവുക. ഇങ്ങനെയാണ്. ഇനി ഇതിൽ നമ്മൾ ഇതെല്ലാം ഇതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്യാൻ പോകും. ഇവിടെ അല്പം ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിതങ്ങനെ ഇവിടെ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഓരോന്നും നമ്മൾ ഗ്ലൂ ആക്കി കൊടുത്ത് സ്റ്റിക്ക് ചെയ്യാം. ഇപ്പോൾ എല്ലാ ഷെല്ലും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബേർഡ്സിനൊക്കെ, ഇതിപ്പോൾ ഒരു ബേർഡ്സ് ആണല്ലോ, ഓരോ ബേർഡിനും നമുക്ക് ഒരു കൊക്ക് വരച്ച് കൊടുക്കാം. അതിനും ഒരു ബ്ലാക്ക് സ്കെച്ച് യൂസ് ചെയ്ത് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഒരു കൊക്ക് വരച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ കിളികൾക്കും ഓരോ കൊക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനി ഇതിനെ എങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു അടിയിൽ കുറച്ച് ഒരു ഗ്രീൻ കളർ കൊടുക്കേ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ സ്കെച്ച് കൊണ്ട് വെറുതെ പുല്ല് പോലെ കുറച്ച് വരച്ചു. അവിടെ ഒരു കിളീനെ അവിടെയും വെച്ചു. ഇപ്പം നമ്മുടെ കയ്യിൽ ഷെല്ലുള്ളതനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ എത്ര വലുത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ചെറുതൊരെണ്ണം ചെയ്തിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് ഞാനൊരു വലിയൊരു ഫ്രെയിം ചെയ്തിട്ടൊരെണ്ണം ഒരു ഡെക്കർ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അത് ഞാനിത് ഈ വീഡിയോയിലിനകത്ത് കാണിക്കാം. ഇങ്ങനെ തന്നെ പിസ്താഷ്യൽ യൂസ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു ഹോം ഡെക്കറാണിത്. കണ്ടോ, ഇത് വളരെ വലുതാണ്. ഒരുപക്ഷെ ഞാനിപ്പോൾ ചെയ്തേക്കുന്ന ഹോം ഡെക്കർ ഇതിൻ്റെ അടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെത്രയും ചെറുതും ഇതെത്ര വലുതുമാണെന്ന്. ഇത്ര ചെറിയ ഒരെണ്ണമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏത് ഡിസൈനിൽ വേണമെങ്കിലും ഇത് ചെയ്യാം, നമ്മുടെ ഇഷ്ടം. അതിനുവേണ്ടി കുറച്ച് ടൈം, അധികം ടൈമൊന്നും എടുക്കില്ല. ഇതാ നമ്മൾ ചെയ്ത് അതിൻ്റെ എന്താ പറയുക, അതിലൊരു ഉണങ്ങി കിട്ടാനുള്ള ഒരു ടൈമില്ല. അതൊന്ന് ഡ്രൈ ഔട്ട് ആവാനുള്ള ടൈം മാത്രമേ ഉള്ളൂ. ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എല്ലാം ചെയ്യാം. വളരെ ഈസി അല്ലേ ചെയ്യാൻ. ഇതിലൊരു കാര്യം എനിക്ക് മിസ്സായി പോയി തോന്നുന്നു. നമ്മുടെ ബേർഡ്സിനൊന്നും കണ്ണ് വരച്ച് കൊടുത്തിട്ടില്ല. കണ്ണ് വരച്ചാൽ ഒന്നും കൂടിയും ഒരു ഭംഗി വരുന്ന എനിക്ക് തോന്നുന്നു. വേണമെങ്കിൽ വരയ്ക്കാം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കണ്ണ് വരയ്ക്കണമെന്ന് ഇപ്പോൾ ഇത് കണ്ടാലും എനിക്ക് തോന്നുന്നില്ലല്ലോ. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. കണ്ട ഒരാളടുത്ത് നിൽക്കണം, ഒരാളടുത്ത് ഇതൊക്കെ കണ്ട് നിൽക്കുന്നുണ്ട്. എടുക്കരുത് ടോണി, എടുക്കരുത് കേട്ടാ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലെയുള്ള നല്ല ഹോം ഡെക്കേഴ്സ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല ഹോം ഡെക്കേഴ്സ് ചെയ്തിട്ട് എനിക്ക് എല്ലാവരും അതിൻ്റെ ഫോട്ടോസ് എടുത്ത് അയച്ചു തരണം. എൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചാൽ മതി. SREEDEVI UNNIRAJAN@gmail.com. എനിക്ക്
ഇതേപോലെ നല്ല ഹോം ഡെക്കേഴ്സ് ചെയ്തിട്ട് നമ്മൾ ഈ പിസ്ത ഷെല്ല് വെച്ചിട്ടുള്ള ഹോം ഡെക്കേഴ്സ് ചെയ്തിട്ട് നിങ്ങൾ അയച്ചു തരണം കേട്ടോ. അപ്പോൾ അത് കാണുമ്പോഴേ എനിക്കും ഇതേപോലെ ഇനിയും ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.